ഇനി അങ്ങോട്ട് ഇതെങ്ങനെയാണ് പോകുന്നത്? ഈ സിസ്റ്റം ഇതെങ്ങനെയാണ് പോകുന്നത്? എന്തായിരിക്കും ഇതിനുള്ള ഒരു വയബിൾ പ്ലാൻ? അതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണോ? പിന്നെ അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. ഈ പദ്ധതിക്കകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമോ ഒരു തുടർ പ്രക്രിയയാണ്. ഇന്നത്തെ പ്രഖ്യാപിച്ച് സിനിമാ താരങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. പക്ഷേ സർക്കാർ ഇതിനു വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ഒരു വലിയ എഫേർട്ട് എടുത്തുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ പല കാര്യങ്ങളിലും വളരെ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പഴയ ലിറ്ററസി ക്യാമ്പയിൻ കേരളം കണ്ടതാണ്. വളരെ വലിയ ചലനമുണ്ടാക്കിയ, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ക്യാമ്പയിനായിരുന്നു. അത് ഒരു ഏപ്രിൽ 18-ാം തീയതിയാണ് അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ വരുന്നത്. അത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചായിരുന്നു 1991. അന്ന് ചേലക്കോടൻ ആയിഷ എന്ന് പറയുന്ന നവസാക്ഷരയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ താരങ്ങളാണ്.